പുസ്തകങ്ങളുടെ പ്രസക്തിയെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് നാം പറയുന്ന പുലർത്തൽ, ആളുകൾ പറയുന്ന ഏറ്റവും വലിയ കഥാസംഗ്രഹം എന്ന് പറയുന്ന പുലർത്തൽ, അതിലൊരു അംശം മാത്രമേ കിട്ടിയുള്ളൂ. ആ അംശത്തിന്റെ ഇതാണ് യഥാർത്ഥത്തിൽ സാധ്യമായി വന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പൈശാചി ഭാഷയിലോ മറ്റോ എഴുതിയതോടെ ഈ രാജാവ് ഈ കൃതി വായിച്ചില്ല, വായിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം വളരെ ദുഃഖിതനായിട്ട് ഈ കൃതി കാട്ടിൽ ഓരങ്ങൾ ഓരോന്നായി വായിച്ചുകൊണ്ട് ധരിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ എനിക്ക് ഏറ്റവും രസം തോന്നിയത് ഈ കഥയിൽ കൊട്ടാരത്തിൽ വലിയ ദാരിദ്ര്യം അനുഭവപ്പെടുന്നു, മാംസമൊന്നും കിട്ടുന്നില്ല, വേട്ടയാടന്മാരോ വേട്ടക്കാരൊക്കെ തിരിച്ചു വരുന്നു, ഒന്നും കിട്ടുന്നില്ല, പക്ഷികളെ കിട്ടുന്നില്ല. എന്താ സംഭവിക്കുന്നത്? ഏതോ ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് കഥ ചെല്ലുകയാണ്. കഥ കേൾക്കാൻ വേണ്ടി മൃഗങ്ങളും പക്ഷികളും ഒക്കെ കൂടി നിൽക്കുകയാണ്. ഇത് അത്ഭുതകരമായ ഒരു സംഭവം. അതിനു മുമ്പിൽ ഇവിടത്തെയോ ഇവിടത്തെ പറ്റിയിട്ട് എനിക്ക് എപ്പോഴും രസം തോന്നി. ആ ഗ്രന്ഥമാരും കണ്ടിട്ട് എന്തുണ്ടായിരുന്നു എന്നുള്ളതിന് മഹാപണ്ഡിതന്മാരും ഗവേഷണം നടത്തിയ ആളുകളൊക്കെ തെളിവ് പറയുന്നു. പാർവതി ശിവനോട് ആവശ്യപ്പെട്ടു എന്നതാണ് എനിക്ക് വലിയ കഥ പറയുന്നത്. എങ്ങനത്തെ കഥ? ഇതുവരെ ഞാൻ രസിച്ചിട്ടില്ലാത്ത എല്ലാവരും രസിപ്പിക്കുന്നതിനെ രസിപ്പിക്കുന്ന കഥ, ഏറ്റവും എന്നെ രസിപ്പിക്കുന്ന കഥ, ഇതുവരെ ആരും കേൾക്കാത്ത കഥ, എനിക്ക് വേണ്ടി മാത്രമായി കഥ. ഇതാണ് ഒന്ന് കണ്ടീഷൻ. എനിക്ക് വേണ്ടി മാത്രമായ ഒരു കഥ, എന്നെ ഏറ്റവും രസിപ്പിക്കുന്ന കഥ, ഇതുവരെ ആരും കേൾക്കാത്ത കഥ. വാസ്തവത്തിൽ ഏത് കാലത്തും ഈ വേദനാശീലമുള്ള ആസ്വാദകൻ ഗ്രന്ഥകാരനോട് നിശബ്ദമായെങ്കിലും അപേക്ഷിക്കുന്നത് ഏകദേശം ഈ അർത്ഥത്തിലൊക്കെയായിരുന്നു. നമ്മളുടെ പുസ്തകങ്ങളുടെ ആദ്യകാലത്തെ വാമൊഴിയായിട്ടുള്ള സാഹിത്യത്തിന്റെ പാരമ്പര്യത്തിലൊക്കെ തന്നെയും ആദ്യകാലത്ത് രാജനീതിയും മറ്റും പഠിപ്പിക്കാനായി, ശാസ്ത്രം പഠിപ്പിക്കാൻ, രാജനീതി പഠിപ്പിക്കാൻ, സദാചാര സംഹിതകൾ പഠിപ്പിക്കാൻ, അങ്ങനത്തെ കാലമുണ്ട്. ഇവിടെ കഴിഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല. അതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ചരിത്രവും ഭൂമിശാസ്ത്രവും പൊളിറ്റിക്കൽ കലാപവും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി എത്രയുണ്ട്. പിന്നെന്താണ് പുസ്തകങ്ങളുടെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഇതിനപ്പുറത്ത് ഈ പഠന പദ്ധതികളിലൊന്നും കിട്ടാത്ത എന്തോ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഗ്രന്ഥകാരൻ അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണത്തെ അവഗണിക്കാൻ വായനക്കാരന് സാധിക്കുകയില്ല. ആ അന്വേഷണത്തിൽ അയാൾ ജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതല്ല പ്രശ്നം. ആ അന്വേഷണം വളരെ ഗൗരവമേറിയതാണ്, പ്രസക്തമാണ്. അത് ഈ വായനക്കാരൻ മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഈ അന്വേഷണത്തിന്റെ പരാജയങ്ങളെ ഏറ്റുവാങ്ങാനും വായനക്കാരൻ തയ്യാറാകുന്നത്. ഈ പല പരാജയങ്ങളുടെയും അപ്പുറത്ത് എവിടെയെങ്കിലും അയാൾ ഒരു വിജയം കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷ ഈ വിവേചനാശീലമുള്ള വായനക്കാരനും. അപ്പൊ അങ്ങനെ പുസ്തകങ്ങൾ ഈ തരത്തിലുള്ള ഒരു അന്വേഷണത്തിന്റെ ശബ്ദമായി മാറും. അത് ഒരു തരത്തിൽ വിനോദം, പഴയകാലത്ത് വിനോദിപ്പിക്കലായിരുന്നു. ഈ കലാസംഘത്തെ പറ്റി പറയുന്നത് വിധവയായ രാജ്ഞിയുടെ ജീവിതത്തിൽ വിശ്വാസം വളർത്താൻ വേണ്ടി അവരെ രസിപ്പിക്കാൻ വേണ്ടി കഥ പറഞ്ഞു എന്നല്ല. രസിപ്പിക്കൽ ഇന്നും ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഈ മാതിരി സയൻസുകളൊന്നും പഠിപ്പിക്കേണ്ട കാര്യം, ജീവിതത്തിൽ വിശ്വാസം വളർത്തുക, രസിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഈ പഴയ തത്വങ്ങൾ ഏറ്റക്കുറച്ചിലോടെ ഇന്നും പുസ്തകങ്ങളെ സംബന്ധിച്ചുള്ളത്. അപ്പൊ അതുകൊണ്ട് വായനക്കാരൻ ചൂസ് ചെയ്യാൻ വേണ്ടി, തിരഞ്ഞെടുക്കാൻ വേണ്ടി തയ്യാറാണ്. അയാൾക്ക് എന്ത് വേണം എന്നുള്ളത് അയാൾക്ക്. അപ്പൊ ആ തരത്തിലുള്ള ഒരു മത്സരമുണ്ട്. അത് ഇലക്ട്രോണിക് യുഗത്തിൻ്റെതായ മാത്രം മത്സരമാണ്. വിവേചനാശീലമുള്ള ഈ വായനക്കാരനെ കൊണ്ട് വായിക്കുക എന്നുള്ളൊരു ഗ്രന്ഥകാരന്റെ കർത്തവ്യം. ഈ ഗ്രന്ഥം വെറും ഒരു കമ്മവഴിക്കല്ല, അതിനപ്പുറം ഒരു കലാവസ്തുവായി ആ വായനക്കാരന്റെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ധർമ്മവും. അങ്ങനത്തെ ധർമ്മം പാലിക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ നമുക്ക് വളർന്നു വരേണ്ടത് ആവശ്യമാണ്, നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. വിദേശത്ത് മലയാളം വായിക്കുന്ന ആളുകളെയും ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ ഭയപ്പെടുന്നു. അങ്ങനെ അതിനും വലിയൊരു ഭയമൊന്നും തോന്നുന്നില്ല. ഏത് കാലത്തും അങ്ങനെ നമുക്കങ്ങനെ വിസ്മരിക്കാൻ കഴിയില്ല. ഏത് തലമുറയ്ക്കും അങ്ങനെ പരിപൂർണമായിട്ടും സ്വന്തം അമ്മയുടെ മുലപ്പാലിന്റെ ഓർമ്മ എവിടെയെങ്കിലും ബോധാബോധ തലങ്ങളിൽ എവിടെയെങ്കിലും ഇല്ലാതിരിക്കുന്നു. അതുപോലെ പൂർണ്ണമായും ഭാഷ അവഗണിക്കപ്പെടും എന്നുള്ളതും എനിക്ക് വിശ്വാസമുണ്ട്. ആ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുടെ നടുവിലാണ് മികച്ച ഗ്രന്ഥങ്ങൾ
വായനക്കാരുടെ മുമ്പിൽ എത്തിക്കാൻ ബാധ്യസ്ഥരായ സ്ഥാപനങ്ങൾ നിലനിൽക്കട്ടെ. അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിന്റെ 20ാം വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അതിന് ബന്ധപ്പെട്ടിട്ടുള്ള DC, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായ സാഹിത്യ സുഹൃത്തുക്കൾ, മറ്റു സുഹൃത്തുക്കൾ, ഇവർക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യം അർപ്പിക്കുകയും ഈ DC ബുക്സ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. മഹത്തായ പല പദ്ധതികളെ പറ്റിയിട്ടും ഈ ബ്രോഷർ എഴുതുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങളുടെ സംസ്കാരം, വായനയുടെ സംസ്കാരം നമുക്ക് അതൊരു കെടാത്ത വിളക്കായി മുമ്പോട്ട് കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിന് എന്നും സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി എൻ്റെ പ്രത്യേകമായ ഈ കാണിക്കയ്ക്ക് എൻ്റെ പ്രത്യേകമായ നന്ദിയും പറഞ്ഞുകൊണ്ട് ഈ വൈകുന്നേരത്തെ സമ്മേളനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. പുസ്തകങ്ങളുടെ പ്രകാശനമാണ് തുടർന്ന് പുസ്തകപ്രകാശനം നിർവഹിക്കുന്നത് ശ്രീ കരടി ശശിധരപിള്ള, പുസ്തകങ്ങൾ സ്വീകരിക്കുന്നത് ശ്രീമതി മാധവിക്കുട്ടി. തുടങ്ങിയിട്ട് 20 കൊല്ലം. ഈ 20 കൊല്ലക്കാലത്തും വാർഷികത്തിന് മിക്കവാറും ഞാൻ സംബന്ധിക്കാറുണ്ട്. എന്നെ സംബന്ധിപ്പിക്കാറുണ്ട്. ഈ പുസ്തകശാലയുടെ സ്ഥാപനത്തിൽ എനിക്ക് വലിയ പങ്കുകളില്ല. എൻ്റെ അഭിപ്രായമാണ് ആൾക്കാരുടെ ആദ്യകാലം. അത് ഞാൻ 10ാം കൊല്ലം ആഘോഷിച്ചപ്പോൾ ഈ വേദിയിൽ വെച്ച് തന്നെ അത് പറയുകയാണ്. SPCSC തിരിച്ചു കഴിയുമ്പോൾ എന്താ വേണ്ടത് എന്നോട് ചുമ്മാ ചോദിച്ചു. ഈ തരം കാര്യങ്ങളിൽ ഒരാളുടെ ജീവിതം കൈപിടിപ്പിക്കുകയാണെന്ന് പറയുന്നത് കാര്യങ്ങളിൽ വലിയ വിദ്യാഭ്യാസം എന്നുള്ളതാണ് ചോദ്യം അന്ന് ചോദിച്ചത്. ഞാൻ അതിലൊരു ഉത്തരം പറഞ്ഞു. അത് 10ാം കൊല്ലം പറഞ്ഞപ്പോൾ എനിക്കൊരു നാരായണ ഇങ്ങനത്തെ ഉദ്ദേശം ഞാൻ കൊടുത്തു. ശരിയായിട്ട് നാരായണ വന്നു. ഇപ്പോഴത് നാരായണനായിട്ട് ഇരിക്കുകയാണ്. DC ബുക്സ് തുടങ്ങുന്നതിന് മുമ്പ് കൊടുത്ത ഉപദേശം ഇന്നും വെളി പറയാൻ പാടില്ല. ഞാൻ എത്ര മണ്ഡലാണെന്ന് നിങ്ങളല്ല ശരിക്കും പക്ഷെ ശരിക്കും കാണാനായിരിക്കും. അപ്പോ ഞാൻ സംബന്ധിക്കുന്ന DC-യുടെ ഒരു നിർബന്ധമാണ്. അതിന് വേണ്ടി ഞാൻ ചോദിക്കുകയായിരുന്നു. ഇപ്പോ ഈ നടക്കാൻ പറ്റാതെ നാരായണയുടെ വീട് പിടിച്ച് പാട്ടി കുത്തിപ്പിടിച്ചു ഇങ്ങനെയുള്ള ആളുകളുടെ വരുന്ന കാര്യങ്ങൾക്ക് ഇതുപോലുള്ള സമ്മേളനത്തിലുണ്ട് ഞാൻ ചോദിക്കുകയായിരുന്നു. ഒരു ഞാന് പിന്നെ എന്റെ സുഹൃത്ത് വളർത്തി ഇത് നടക്കാൻ വയ്യാതായിരുന്ന ആളുകളാണ്. അപ്പോ ഈ സംബന്ധിക്കുന്ന എല്ലാം പുസ്തകം ഒരു പ്രയാസമായതുകൊണ്ട് 20 പുസ്തകങ്ങൾ എന്റെ ലിസ്റ്റ് ഞാൻ കണ്ടു. ഇപ്പോൾ ഈസി വായിക്ക് വേണ്ടിക്കാൻ ചെയ്തിട്ടുണ്ട്. ഈ 20 പുസ്തകങ്ങളും മലയാള സാഹിത്യത്തിലെ നായകന്മാരായിട്ട് ശോഭിക്കുന്നവരാണ് എന്ന് പറയാൻ വളരെ സന്തോഷമുണ്ട്. എല്ലാം ഒരേ തരത്തില് കഥാസാഹിത്യത്തിലെ വലിയ ധീരനായ പോരാളിയാണ് ചില പുസ്തകമാണ്. 10ാമത്തെ പുസ്തകമാണ് 1-ാം നമ്പറിൽ. പറയുന്നത് ഞാൻ പറയുക ഒരു 5 രണ്ടാമത്തെ കേട്ടാൽ അമ്മമ്മ എന്ത് സന്തോഷം ഉണ്ടാകുമെന്ന് നിങ്ങളുടെ അമ്മമാരായിട്ടുള്ള ആളുകൾക്കറിയാം. ഇനി വളർന്നു വരുന്നെങ്കിലും മനസ്സിലാവും. ഞാൻ അങ്ങനെ സന്തോഷത്തോടു കൂടി പറയുകയാണ്. പിന്നെ പല പേരും പറയാനുണ്ട്. ഈ പുസ്തകത്തെ കുറിച്ചൊന്നും എനിക്ക് ഞാൻ മുഴുവൻ എല്ലാം വായിക്കുന്നില്ല. അപ്പോ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അർഹതയില്ല. പക്ഷേ നസീർ പുസ്തകങ്ങൾ ആ 20ാം പിറന്നാളിൽ വലിയ 20ാം പിറന്നാൾ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്. അത് ഞാനിപ്പോ വളരെ സാധാരണ മുമ്പൊക്കെ
ഈ പെൺപിള്ളേർ 10-15 വയസ്സാവുമ്പോൾ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒക്കെ വലിയ പരിഭ്രമമാണ്. ഇപ്പൊ ആ 20 വയസ്സിലായിട്ട് മാറിയിട്ടുണ്ട്. എന്റെ കോളേജിൽ വിദ്യാഭ്യാസമൊക്കെ കഴിയണമെന്നത് അങ്ങനെ 20-ആം വയസ്സില് മലയാള ഭാഷയ്ക്ക് DC ബുക്സിന്റെ വകയായി ഈ പുസ്തകം നിർമ്മാണം ചെയ്തിരിക്കുകയാണ്. ഇത് ഏറ്റുവാങ്ങുന്നത് മലയാളത്തിലെ പ്രഗത്ഭയായ ഗാന്ധികയുമാണ് കമലാദാസ്, മാധവിക്കുട്ടി, കുഞ്ഞോര എന്ന് പറയാനുള്ള പയ്യ, അനുഗ്രഹീയ കവിതയായ ബാലാമയുടെ മകൻ. എനിക്ക് വളരെ സന്തോഷമുണ്ട് അവർക്ക് ഈ പുസ്തകം കൊടുക്കുന്നതിന്. ഈ പുസ്തകം ഇന്ത്യ പുസ്തകവും പ്രകാശനം ചെയ്തതായിട്ട് നിങ്ങളുടെ എല്ലാ അനുഭവത്തോടും കൂടി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഞാൻ ഇത് ആദരവ് കൊടുക്കുന്നത് എനിക്ക് വളരെയധികം പ്രസാധകരുണ്ട്, ഇംഗ്ലീഷിലെ പുസ്തകങ്ങൾക്കും മലയാള പുസ്തകങ്ങൾക്കും. പക്ഷെ തെറ്റാണ് പ്രതിഫലം അയച്ചു തരുന്നത് DC കേൾക്കുന്നത് മാത്രമാണ്. അതുകൊണ്ട് ആ കാരണം കൊണ്ട് മാത്രം ഞാൻ വൈമനസ്യമുണ്ടെങ്കിലും അത് മാറ്റി ഇങ്ങോട്ട് വന്നതാണ്. അദ്ദേഹത്തിന് ദീർഘായുസ് നേടാൻ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ന് ഞാൻ കരുതി. ഇതൊരു ഉത്സവമാണ്, ഒരു വാർഷികോത്സവം. ഇതിൽ ഞാൻ പങ്കുചേർന്നിട്ടുണ്ടെങ്കിൽ അത് നന്ദികേടായി. കാരണം എനിക്ക് ചിലപ്പോൾ ബാങ്കിൽ ഒരു 15 ചുരുങ്ങുമ്പോൾ 15,000 ഉള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാവും. ശരിക്കും ഭ്രാന്ത് പിടിക്കണമായി. ഉടനെ ഞാൻ ഒരു കമ്പി എടുക്കും DC കേൾക്കുമ്പോഴേക്ക് എനിക്ക് ഉടനെ പണം തരണം, ബാങ്കിലെ പണം പ്രിപ്പയർ ചെയ്യോ. എന്തെങ്കിലും ഒരിക്കലും കിട്ടാതിരുന്നില്ല. ഇത്തവണ മകൻ റെഡിയാണ് അയച്ചത്. ഉടനെ 10 കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നു, എഴുത്തുകാർ DC ആശ്രയിച്ചാൽ കേൾക്കുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ ചകിരിച്ചായിട്ട് ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു നടക്കാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പേജിൽ കൊണ്ടുവന്നു. അത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു ജോക്ക് ഓർമ്മ വന്നു. ഇത് പ്രസംഗിക്കുന്ന സമയമല്ല, ഏറ്റുവാങ്ങിയിരിക്കേണ്ട സമയമാണ്. പക്ഷെ എനിക്ക് ആവശ്യം കിട്ടിയത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അച്ഛൻ ഒരു ദിവസം പറഞ്ഞു എന്നോട് ഒരു തമാശ സംഭവം ഉണ്ടാക്കി മാതൃഭൂമിയിൽ. ഇത് പണ്ടുണ്ടായിരുന്ന സംഭവമാണ്. അച്ഛൻ അവിടെ ഉണ്ട്, MD മറ്റാണ്, KT കേശവനും ചീഫ് എഡിറ്ററാണ്. കണ്ണൂരിലെ ഡയറക്ടേഴ്സൊക്കെ മാധവമേനോൻ ഉണ്ട്, ഗുരു നമ്പൂതിരിപ്പാട്. അപ്പോൾ മോസ്കോയിൽ നിന്നോ മറ്റൊരു റഷ്യക്കാരൻ വന്നു. ഒരു ന്യൂസ് പേപ്പറിന്റെ ആളായിരിക്കണം അച്ഛൻ പറഞ്ഞത്, എനിക്കറിയുന്നു. സ്റ്റേജിലൊക്കെ തെറ്റിയിട്ട് വലിയ ഹോളിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു മാതൃഭൂമിയുടെ വക വാർഷികമുണ്ട്. അപ്പോൾ ആദ്യം അച്ഛൻ സ്വാഗതം. അച്ഛൻ നല്ല വിൽക്കുന്നുണ്ട്, അത് പ്രത്യേകിച്ച് പരിചയമാകുമ്പോൾ അച്ഛനായിട്ട് വിൽക്കുന്നുണ്ട് ട്രാവലി. അച്ഛൻ വിൽക്കിക്കൊണ്ട് സ്വാഗതം ചെയ്തു പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ ഗുരു നമ്പൂതിരിപ്പാടിന് ശരി കഴിക്കുക. അപ്പൊ ആ യന്ത്രം വെച്ചുകൊണ്ട് വന്ന് അദ്ദേഹം സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ മാധവൻ എനിക്ക് കാണുന്ന സമയമാണ്. ക്ലാസ്സിൽ കൊണ്ട് അദ്ദേഹം ഉണ്ട് പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് KT കേശവനെ വിളിച്ചു. ബ്ലൈൻഡാണെന്ന് എല്ലാവർക്കും അറിയാം. മുമ്പിൽ കൊണ്ടുവന്നത്. അപ്പൊ മക്കളായിട്ട് മുമ്പിൽ ഇരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചിട്ടില്ലാതെ ഇതാണ് ചീഫ് എഡിറ്റർ എന്നൊക്കെ വേറെ ആൾ പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം ബ്ലൈൻഡാണ്, എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം പ്രസംഗിച്ചു. പ്രേക്ഷക്കാരൻ പറഞ്ഞു, ഇത് അത്ഭുതമാണ്, മോസ്കോയിൽ എവിടെയും ഇങ്ങനെ ഹാൻഡിക്യാപ്റ്റായാലും ആളുകൾ ഒരു പത്രം ഓഫീസറാണ്. ഞങ്ങളുടെ അനുമോദനങ്ങൾ ഞാൻ
സമ്പന്നരായ അതിനുശേഷം വർക്കിംഗ് സാമ്പത്തികത്തിൽ കാരണവന്മാർക്കും ഈ രീതിയിലുള്ള പരിഗണിക്കപ്പെട്ട സാഹിത്യ രംഗത്തെ സഹപ്രവർത്തകർക്കും എൻ്റെ മുന്നിലിരിക്കുന്ന സുമനസ്സുകളായ സഹോദരർക്കും എൻ്റെ നീതമായ നമസ്കാരം. ഞാനിവിടെ വന്നത് കവിസമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനാണ്. അപ്പോൾ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഒരു ജോലി കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അത് പാർട്ടി സാറിനെ അനുമോദിച്ചതെന്ന് വാക്ക് പറയാൻ വേണ്ടി തയ്യാറാണ്. എന്താ വിഷമമുണ്ടോ മുൻകൂട്ടി പറയാത്തോ? ഞാൻ പറഞ്ഞത് ആദ്യ വിഷമമില്ല, കൈപ്പ് തിന്നാൻ കൈക്കൂലി വേണം എന്നാണ് ചോദിക്കാൻ തോന്നിയത്. പക്ഷെ ഞാൻ ചോദിച്ചില്ല. പാകിസ്ഥാനെ അനുമോദിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രകൃതി ലഭിക്കുന്ന അവസരത്തിൽ നിങ്ങളോടെല്ലാം ഒപ്പം നിന്ന് സന്തോഷിക്കുക എന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ. വിദ്വാൻ കുഞ്ഞുമ്മ PA വർക്കി എന്ന പേരിൽ എൻ്റെ കുട്ടിക്കാലത്തെ മാസികകളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ശൈലിയുള്ള വിദ്യകളെ വായിച്ചാണ് ഞാൻ പാകിസ്ഥാനുമായി ഒരു വായനക്കാരൻ എന്ന നിലയിൽ മാനസിക ബന്ധം സ്ഥാപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ശൈലി കുറേയൊക്കെ സംസ്കൃത പദബുദ്ധമായ ആ ശൈലി, പക്ഷെ വളരെ ലളിത സരളമായ സംസ്കൃത പദബുദ്ധമായ ശൈലി എനിക്ക് വളരെ ആകർഷകമായിരുന്നു. അന്ന് എൻ്റെ സ്കൂളിനടുത്ത് ഒരു വായനശാലയുണ്ട്. ആ വായനശാല നടത്തുന്ന കുട്ടമ്പിള്ള എന്ന ചെറുപ്പക്കാരനെ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് വലിയ ഇഷ്ടമായി. എന്നേക്കാൾ ഒരു 2-3 വർഷം സീനിയറായ CM ശ്രീകണ്ഠനായോട് എന്നോട്, കാരണം ഞങ്ങൾ വരിസംഖ്യ കൊടുത്തെടുക്കുന്നു അംഗനവാടി ചേർന്നവരല്ല, ആ വായനശാലയിൽ ചേർന്ന് നാട് പച്ചില കഴിച്ചു തിന്നുന്നത് പോലെ കണ്ട പുസ്തകങ്ങൾക്ക് വായിക്കുന്ന ആർത്തി കണ്ടിട്ട് കുട്ടമ്പിള്ള പുസ്തകം വല്ലതും നമുക്ക് തരാം, പക്ഷേ ഭദ്രമായി അടുത്ത പുസ്തകം തിരിച്ചെത്തിക്കണമെന്ന് പറയും. അങ്ങനെ അന്നെടുത്ത് വായിച്ച പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവ് എന്ന സ്ഥാനത്ത് വായിച്ച പേരുകളാണ് പിൽക്കാലത്ത് ഒരു തലമുറയിലെ സാഹിത്യത്തിന്റെ നായകത്വം വഹിച്ചത്. അതിൽ കുഞ്ഞുമ്മ വർക്കി, തകഴി ശിവസുന്ദരപിള്ള, ലളിതാംബിക അന്തർജാൻ, വൈക്കം മുഹമ്മദ് ബഷീർ, SK പൊറ്റക്കാട്, ശ്രീകൃഷ്ണൻ, ഇങ്ങനെ ഒരു നീന്തം. അത് ഏറ്റവും പ്രമുഖമായ പേരാണ് ഞാൻ പറഞ്ഞത്. ഇവരെല്ലാവരും തന്നെ കഥാകൃത്തുക്കളായിരുന്നു. അന്നവരുടെ നോവലുകളൊന്നും വന്നില്ല. കേശവദേവിയുടെ ഓടയിൽ നിന്നും പിന്നീടാണ് കേശവദേവിയുടെ കഥകൾ. ഈ ദേവ്, തകഴി, വർക്കി, SK ഇങ്ങനെയുള്ള ഒരു ഏതാനും തേജോളങ്ങൾ ഞങ്ങളുടെ മനസ്സിന്റെ ഈ ശൂന്യാകാശത്തിൽ ഇങ്ങനെ വട്ടപ്പെട്ടുകൾ പ്രദർശനം ചെയ്തു. അന്ന് എനിക്ക് ബഷീറിന്റെ യൗവനം, വികാരോത്സവവും ജീവിതം പ്രണയ ചിരവിലവുമായി ഈ അസുരഭം സമൂഹത്തിൽ അല്ലയോ പറയാൻ നീ എന്ന് പറയുന്ന ഉദാത്തതയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന പ്രത്യേക ശൈലി 2 തലങ്ങളിൽ ഒന്നിച്ച് ചേർത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നർമ്മരസമാണ് ബഷീർ സംസ്കൃത പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ തൊട്ടടുത്ത മലയാളത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇത് ഒരു വളരെ ഏകദാനമായ സുസംസ്കൃത മനോഹരമായ ശൈലിയാണ് പാകിസ്ഥാനിന്റെ. അത് അദ്ദേഹം എഴുതാനും തീവ്രമായി ഉണ്ടാക്കുന്നതല്ല എന്ന് പിൽക്കാലത്ത് മനസ്സിലായി. കാരണം അന്ന് പാകിസ്ഥാനെ കണ്ടിട്ടില്ല. ഇവരുടെ എല്ലാം പുസ്തകം ക്ലാസ്സിൽ പെട്ടെന്ന് വായിച്ച് തിരിച്ചു കൊടുക്കേണ്ടതുകൊണ്ടും പുരോഗമന സാഹിത്യം എന്ന വകുപ്പിൽപ്പെടുന്നതായതുകൊണ്ട് അധ്യാപകർ പൊതുവെ അതിനോട് ഇഷ്ടം കാണിക്കാത്തതുകൊണ്ടും ഡെസ്കിന്റെ കീഴിൽ വെച്ചിട്ട് രഹസ്യമായിട്ടാണ് വായിക്കുക. എനിക്ക് ഇഷ്ടമില്ലാത്ത ചില ക്ലാസ്സുകൾ
അവിടുത്തെ ക്ലാസ്സുകളിൽ ഞാൻ കാറ് വെച്ച് വായിക്കുകയും അങ്ങനെ ബഷീറിന്റെ പുസ്തകം അങ്ങനെ വായിച്ചത് അറിയാവുന്നതിന് ശിക്ഷ ലഭിക്കുന്നു. പാകിസ്ഥാനിന്റെ പുസ്തകവും അങ്ങനെ വായിച്ചു. ഇവരുടെ എല്ലാ പുസ്തകങ്ങളും വായിച്ചവരെ എങ്ങനെയുള്ള മനുഷ്യരാണ് ഇവർ എന്ന് കാണാനുള്ള വളരെ മോഹം തോന്നി. ആ കൂട്ടത്തിൽ ഒരു കവിയും ഉണ്ടായിരുന്നു, അത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയായി. അങ്ങനെ എനിക്ക് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കാണാനുള്ള മോഹം നടന്നില്ല. അദ്ദേഹം ഞാൻ കണ്ടിട്ടില്ല. മനസ്സ് നടന്നിരുന്നതല്ലാതെ ഈ സംഭവത്തിൽ കണ്ടിട്ടില്ല. ഈ കോട്ടയത്ത് പുരോഗമന സാഹിത്യ സമ്മേളനത്തിൽ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ്. എനിക്ക് തനിച്ച് തിരുവനന്തപുരത്തു നിന്നോ അല്ലെങ്കിൽ കൊല്ലത്തു നിന്നോ കോട്ടയത്ത് വന്നിട്ട് പങ്കെടുത്ത് പോകാനുള്ള ഹെൽപ്പുണ്ടായിരുന്നില്ല, സാമ്പത്തികവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നും ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു സ്ഥിരം അതിഥിയായിരുന്ന കാര്യവും സ്ഥാപനം എൻ്റെ അച്ഛനും അമ്മാവിനെയൊക്കെ അറിയാവുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. കോട്ടയത്തൊക്കെ കൊണ്ടുപോയി സാഹിത്യ സമ്മേളനത്തിലൊക്കെ പങ്കെടുപ്പിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ഞാൻ പോയില്ല. അങ്ങനെ ചങ്ങമ്പുഴ പഠിച്ചു. പിന്നെ അവശേഷിച്ച് എവിടെയെല്ലാം കാണാനുള്ള ഒരു പ്രതീക്ഷയോടുകൂടി കൊല്ലത്ത് ലോകോത്തര സാഹിത്യ സമ്മേളന വേദിയിൽ 1949 ജൂൺ അവസാന വാരമാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ ചെയ്യുന്നത്. എന്നപ്പോൾ ഈ കണ്ടുകൊണ്ട് ആദ്യമായിട്ട് വർഗീസ് സാറിനെയും തകഴ്ചേട്ടനെയും ആരൂർ സാറിനെയും ആരൂരിനെ നേരത്തെ കണ്ടിട്ടുണ്ട്, എം പി കോഴിയും സഹോദരി ജോസഫ് ഉമ്മശ്ശേരി എന്ന് പറയുന്ന ആ തലയെടുപ്പുള്ള ഒരു ഗജഗാംഭീര്യമുള്ള മനുഷ്യനെ ഒക്കെ കണ്ടത് ഞാൻ ഇപ്പോഴും ഇന്നലത്തെ പോലെ ഓർക്കുന്നു. അതിൽ അന്ന് പുരോഗമന സാഹിത്യ സമിതിയുടെ എല്ലാമായിരുന്നു വർഗീസാറിന്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ആ സമ്മേളനത്തിൽ ഒരു കവിതാ മത്സരം ഉണ്ടായിരുന്നു. അതിൽ എനിക്കാണ് 1ാം സമ്മാനം കിട്ടിയത്. ഞാൻ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ എനിക്ക് സമ്മാനം കിട്ടി. സാറിന്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ അങ്ങേയത്തെ ഹൃദയം നിറഞ്ഞൊഴുകുന്ന വാത്സല്യത്തോടുകൂടി ആശ്ലേഷിച്ചിട്ട് കാതിൽ പറഞ്ഞു, അനിയ ചങ്ങമ്പുഴ മെഡലെന്നാണ് സമ്മാനത്തിന്റെ പേര്, പക്ഷേ മെഡലിൽ കാശ് ഒത്തിരില്ല. ഈ സമ്മാനം എനിക്കാണ് പ്രഖ്യാപിച്ചതിലും എന്ത് സമ്മാനമാണ് കിട്ടേണ്ടത് എന്ന് ഞാനും പറഞ്ഞു. അന്ന് ആ സമ്മേളനം നടത്തിയ വർഗീസാർ എത്ര കഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ടതാണ്. അത്ര മികച്ച കഷ്ടതയിലും അരിഷ്ടതയിലും ആ സമ്മേളനം നടത്തി അവസാനം ഖ്വാജ അഹമ്മദ് അബ്ബാസും പത്നിയും മുഖ്യാതിഥികളായി ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അവരെ തീവണ്ടിയിൽ തിരുവനന്തപുരം കൊല്ലത്തു നിന്ന് തിരിച്ച് ബോംബെയിലേക്ക് അയക്കുന്നതിന് പെട്ട പാട് എനിക്കറിയാം. കാരണം അന്ന് അതിന്റെ ഭാരവാഹികളായിരുന്നവർ എനിക്ക് വേണ്ടി വളർത്തുന്നതായിരുന്നു കൊല്ലത്ത്. പല ആളുകളും സാഹിത്യ സമ്മേളനം തീർന്നത് അടുത്ത ബസ്സിലോ ബോട്ടിലോ കയറി പല വഴിപ്പിക്കുന്നു. വർഗീസാർ അങ്ങനെ കാസാവിയാലെ പോലെ അബ്ബാസിനെയും പത്നിയെയും തിരിച്ചയക്കണം, ഞങ്ങളോടൊക്കെ നല്ല വാക്ക് പറയണം, എന്താ ആളുകൾ ആലോചിച്ചാൽ നിൽക്കുന്ന നില ഞാൻ കണ്ടതാണ്. എന്നിട്ട് സാറ് ശരി അബ്ബാസിനെ അവിടെ മാന്യമായി ഗസ്റ്റ് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് ഞാൻ വരാൻ പണം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു പോയി. തിരിച്ച് അദ്ദേഹം കുടുംബത്തിലാരുടെയോ എന്തൊക്കെയോ പണമൊക്കെ പണയം വെച്ച് പൈസയുമായി കാണാൻ അബ്ബാസിനെ അയക്കാൻ വന്നത് എന്ന് അതിന്റെ ഭാരവാഹികളായിരുന്നു എൻ്റെ ആ ബന്ധുക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പുരോഗമന സാഹിത്യകാരൻ ഇത്രയും വാക്കിൽ നിറയും സത്യസന്ധയും ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്നാണ് അവർ അന്ന് പറഞ്ഞത്. അങ്ങനെ വാക്കിന് നേരും നിറയും നട്ടല്ലുമുള്ള ഒരു മനുഷ്യനാണ് സാഹിത്യകാരൻ എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത് ഒരാളാണ് ഈ കൊടുക്കുന്ന മറക്കുന്നത് പറയുന്ന ഈ മനുഷ്യൻ. പലരും വിചാരിച്ചിരിക്കുന്നത് ഒരു സാഹിത്യകാരനാണെങ്കിൽ അവർ കുറെ പാപം ചെയ്യണം, പാപത്തിന്റെ ഒരു കൈപോലും ഇല്ലാത്തവരെ എങ്ങനെ സാഹിത്യകാരനെ വിളിക്കുമെന്നാണ് പലർക്കും സംശയം. പാപം ചെയ്യുന്നവരോട് എനിക്ക് നടത്തില്ല, സഹതാപകയുള്ളൂ. പക്ഷേ പാപം ചെയ്തില്ല എന്നുകൊണ്ട് ഒരാൾ വലിയ സാഹിത്യകാരനാവുന്നില്ല എന്നൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്, കലക്കലായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ കുടുംബം പറ്റി അന്യർക്ക് ഒരു കുരിശുമാനാണ്. ആ കുരിശുമാനതിന്റെ ഫലമായിട്ടാണ് ഈ നടുവൽപ്പം പറഞ്ഞു പോയത്. അല്ലാതെ ആത്മാവിൽ അദ്ദേഹം ഒട്ടും പറഞ്ഞിട്ടില്ലെന്നും ആത്മാവിൽ നട്ടല്ലെന്നും പറഞ്ഞിട്ടില്ലെന്നും പറയുവാൻ ഞാൻ മറ്റുള്ളവരുടെ പാപത്തിന്റെ കുരിശ് ചുവന്ന് നടു പറയുകയും അതുപോലെ തന്നെ സാധാരണ ഏത് മനുഷ്യനെയും തീർത്തും വളർത്തുന്ന കടുത്ത ദുരന്തങ്ങളെയും ജീവിതാനുഭവങ്ങളെയും ഒരു പുഞ്ചിരിയോടുകൂടി ധീരതയോടുകൂടി നേരിട്ട കുടുംബം മാറ്റി ഇപ്പോഴും
നമ്മൾ അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം അനുഭവിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അത്ഭുതമായി ഞാൻ കരുതുന്നു. ഈ ഒരിക്കലും ഡോക്ടർ പറയുകയുണ്ടായി, എന്നോട് പറയുകയുണ്ടായി, ഒരു രോഗത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ കാരണം പേര് വയ്യ എന്ന് പറഞ്ഞു, ഈ ഇപ്പോഴത്തെ ലോകങ്ങളുടെ ബാക്ടീരിയയെ പറ്റി പറഞ്ഞിട്ടാണ്. ഇപ്പോഴത്തെ ബാക്ടീരിയ ദ്രവത്തെ ഈ അന്തരീക്ഷത്തിലെ വായു ശ്വസിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ്. അങ്ങനെ ഇപ്പോഴത്തെ ദുരന്ത അനുഭവങ്ങളെ ഏറ്റുവാങ്ങിച്ചിട്ട് ആരെയും കൂട്ടാത്തപ്പെട്ട് നിൽക്കുന്ന ഈ വർക്കിസാർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുത പുരുഷനാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സംസ്കൃതത്തെ പറ്റി പറഞ്ഞത് ഒരു ഉദാഹരണം ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ ആത്മാവിൽ നിന്ന് വരുന്ന ആ ഒരു ഭാഷണമാണ്. ഒരിക്കൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർക്കിസാറാണ് ഞങ്ങൾ ഭക്ഷണം വാങ്ങിച്ചത്. എനിക്കും വരാറാണ് ഓർമ്മിക്കും. തിരുവനന്തപുരത്ത് കോളേജിലൊക്കെ എനിക്ക് വിളിച്ചിറക്കി അതിനടുത്ത് ഒരു ഹോട്ടലിൽ ആഹാരം കഴിക്കുമ്പോൾ വർക്കിസാറ് മത്സ്യം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മത്സ്യം കൊണ്ടുവന്നപ്പോൾ ആഗ്രഹം പറഞ്ഞു, ഞാൻ മത്സ്യം ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്താണ് മത്സ്യം കഴിക്കാൻ കുറച്ച് വിഷമമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വർക്കിസാറ് പറഞ്ഞൊരു വാക്യം, അത് കൊടുന്നതിനെ വന്നൊരു വാക്യം കേട്ടാൽ മതി സാറിന്റെ ആ ശൈലി വ്യക്തിത്വം ഏത് തരത്തിലുള്ള വ്യക്തിത്വത്തെയാണ് ഈ ശൈലി എന്ന് മനസ്സിലാക്കുക. എന്റെ കിട്ടാന്ന് വരുന്നു. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ജീവകാന്തത്തിന്റെ അഭാവം ഈ മത്സ്യം ധീരമായി ഏറ്റെടുത്തുകൊള്ളു. ഞാനിപ്പോഴും ആ വാക്യമുണ്ട്. പക്ഷെ നോക്കുമ്പോൾ ഇങ്ങനെ എത്രയെത്രയോ വാക്യങ്ങൾ എനിക്ക് ഉദ്ധരിക്കാനുണ്ട്. ഞാൻ ഒന്നിച്ച് വളരെ കഷ്ടപ്പെട്ട് പല പല യോഗങ്ങൾക്കും നിരവധി യോഗങ്ങൾക്കും പോയി വൈക്കവരകളിൽ സാധാരണ ബസ് കാത്തുകൊണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പാകിസ്ഥാൻ എപ്പോഴും അണുവും ആരെയും കൂട്ടാത്ത ധീരതയുള്ള പര്യായമായ പാകിസ്ഥാനോട് നിൽക്കുമ്പോൾ അത് ഒരു കരുത്തായിരുന്നു, കരുത്തിന്റെ നാളായിരുന്നു. പിന്നെ പാകിസ്ഥാനിന്റെ ധീരമായ വിശ്വാസം, ആ വിശ്വാസങ്ങളോട് നിങ്ങൾ യോജിച്ചോ വിയോജിച്ചോ എന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷെ ആ വിശ്വാസം അദ്ദേഹം ഏത് പ്രതികൂലമായ അന്തരീക്ഷത്തിലും അദ്ദേഹം ഉറക്കം വെച്ച് പറയും എന്നുള്ളതാണ്. വർഗീയ ധീരത എന്ന് പറയുന്നത് ശരിയാണ്. പലപ്പോഴും പറയും നല്ലവരാണ് പറഞ്ഞു എന്ന് പുറപ്പെടുന്ന ശരിമാണ് പറയും. പക്ഷെ നല്ലവരായ ഒരു പരിക്കനായ മനുഷ്യൻ ഒരു പണിപ്പുരയുടെ പുറത്ത് കയറി നിന്നുകൊണ്ട് ഉറക്കെന്തെങ്കിലും വിളിച്ചു പറഞ്ഞു. ആ പറഞ്ഞത് ഒരു സമുദായത്തിന്റെയും സമൂഹത്തെയും സംബന്ധിച്ച കുറെ കൈക്കൂട്ട സത്യങ്ങളായിരുന്നു. അതാണ് നിന്നും പറയുന്നത്. എന്നൊരിക്കൽ മുളശ്ശേരിമാണ് ഞങ്ങളുടെ ഇത് സത്യം. കൊല്ലത്തിനടുത്ത് ശാസ്ത്രങ്ങൾ എന്ന സ്ഥലത്ത് ഞാൻ ഒരു യോഗത്തിന് പോകും. അവിടെ ചിലപ്പോൾ കുറച്ച് അസംസ്കേഷൻ ഉണ്ടാക്കാൻ പോകുന്ന ആളുകളൊക്കെ അവരുടെ സ്ഥാനം അറിയണം. അതുകൊണ്ട് എല്ലാവരും സംഭാഷണമൊക്കെ മൃദുവാക്കണം ഒന്ന് എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാക്കിസാറാണ് ശരി പോലെ ചെയ്യാം. സാറവിടെ ആ കടയിൽ നിന്നുകൊണ്ട് അവിടെ വസ്തുവിന്റെ ഒരു വസ്തുവിന്റെ ഒരു പ്രതിമയുണ്ട്. ആ ക്രിസ്തുവിന്റെ പ്രതിമയുടെ പിന്നിൽ ഈ ഇടിവെട്ടേക്കാതിരിക്കാനൊക്കെ ഒരു താമസൂചി സ്ഥാപിക്കുന്നത് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് സാർ തുടങ്ങിയിട്ടിങ്ങനെയാണ്, ഞാൻ മനുഷ്യന്റെ മഹത്വത്തിലാണ് വിശ്വസിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ലോകത്തെ രക്ഷിക്കാൻ മനുഷ്യരെ രക്ഷിക്കാൻ ഇതാ കർത്താവായ യേശു ക്രിസ്തു നിൽക്കുന്നു. കർത്താവിനെ രക്ഷിക്കാൻ മനുഷ്യനുള്ളതായ കാപ്പ. അപ്പോൾ ഒന്ന് പ്രലോഭിപ്പിക്കാൻ തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷെ യേശു ക്രിസ്തുവിന്റെ കാരുണ്യത്തെയും ത്യാഗത്തെയും അങ്ങേയറ്റം ആദരിക്കുന്ന ജീവിതം കൊണ്ട് തന്നെ അത് പ്രതിനിധിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറച്ച് സാധാരണ സംശയമൊന്നുമില്ല. പക്ഷെ പ്രകോപിപ്പിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നാൽ പ്രകോപിപ്പിക്കാം. ഇപ്പോഴും അദ്ദേഹം ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന മറുപടി പത്രത്തിൽ പ്രകോപനപരമായ കാര്യങ്ങൾ പറയുമെന്നത് നിങ്ങളെ ഞാൻ പ്രതീക്ഷിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ അങ്ങ് ഞങ്ങളുടെ മതത്തിലെ ഏറ്റവും ധീരനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോട് എന്നു നിന്ന് പുറത്തു വായിച്ചു സാധിക്കും. ആ ധീരതയുടെ മുന്നിൽ ഇപ്പോൾ സാധാരണ പണ്ട് ഞങ്ങൾ പറയാറുണ്ട്, അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായിരുന്നെങ്കിലും അലക്സാണ്ടർ അഭിമാനിച്ചിരുന്നു. അതായിരുന്നു പണ്ടത്തെ കാലം. അപ്പോൾ ഈ രാഷ്ട്രീയത്തിലൊക്കെ ഇവിടെ ആളുകൾ അവരുടെ ഗുരുക്കന്മാരായാലുള്ളവരെ സംബന്ധിച്ചാണ് പലപ്പോഴും അഭിമാനം പറയാറുള്ളത്. ഇന്ന് ഈ അരിസ്റ്റോട്ടലുമാരെല്ലാം കൂടെ അലക്സാണ്ടറിന്റെ അധികാരത്തിന്റെ പ്രതിയും വിചാരിക്കുന്നു. അലക്സാണ്ടറുടെ പണിക്കിലേക്ക് പോവുകയാണ്. അയാളെ വീട്ടി മറ്റൊരു ചേർമാനത്തിലേക്ക് പോകുന്ന കാലമാണ്. ഈ കാലത്ത് തന്റെ കൊച്ചു വീട്ടിൽ തനിക്ക് ശാരീരികമായ അവസ്ഥയുള്ള അവസരം എത്രമാത്രം ലക്ഷ്യമുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഈ വർഗീസാർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു അവാർഡ് കേട്ടപ്പോൾ അതും മറ്റൊരു അത്ഭുതമായി ഞങ്ങൾ കാണുന്നു. ആ അത്ഭുതത്തെ അദ്ദേഹം ഒരു ചിരിയോടുകൂടി സ്വീകരിച്ചത് സന്തോഷമുണ്ട്. ഒന്നും വർഗീസാറിനെ പറയാനാണെങ്കിൽ വളരെയധികം പറയും. അതുകൊണ്ട് ഇനി കൂടുതൽ സംസാരിച്ചാൽ മിനത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുണ്ട്. ഞാൻ എന്റെ എനിക്ക് തന്ന മിനത്തിൽ നിർത്തുകയാണ്. ഒരിക്കൽ കൂടി
ഞങ്ങളുടെ കൂട്ടത്തില ധീരനായ ഒരു മനുഷ്യൻ, നട്ടലുള്ള ഒരു മനുഷ്യൻ, ആത്മാവിൽ നട്ടലുമായ ഒരു മനുഷ്യൻ ഞങ്ങളെന്നും അഭിമാനത്തോടുകൂടി ഓർക്കും. സാറിനെ ഇനിയും ആ സജീവ സാന്നിധ്യം ഞങ്ങൾക്കിടയിൽ അനുഭവിപ്പിക്കുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ മുഖങ്ങൾ എന്നെ കാരണം ഞാൻ അനുമോദനാർഹനാകുക എന്ന കാര്യം വളരെ അപൂർവമായി. എന്നാൽ ഞാൻ നിന്ദിതനാകുക, ജയിലിലേക്ക് പോവുക, പോലീസിന്റെ തെളിവെടുക്കുക, ഇതിലൊക്കെ ഞാൻ വേറെ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നതായ ഞാൻ ഏറ്റവും ദുർബലനാകുന്നത് എന്നെ അനുമോദിക്കുന്നതാണ്. ഈ പദത്തിൽ വരാതിരിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. ഒന്നിന് മതിയാവൂ, വരാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല എന്ന് എന്റെ ധീരന്മാർ നിർബന്ധിച്ച് ഞാൻ വന്നതാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മനസ്സിൽ കൊള്ളട്ടെ. ഒരു കാലത്ത് ഇവിടെ എഴുത്തുകാരൻ എന്നൊരു വിഭാഗം എപ്പോഴും രാജാവിനെയും തിരുനാൾ മംഗളക്രോഹങ്ങളും പ്രബോധനങ്ങളിലെ നല്ല വാദങ്ങളും ഒക്കെ വർണ്ണിച്ച് കഴിഞ്ഞു കൂടുകയാണ്. ഞാൻ അവരെ നിന്ദിക്കുകയല്ല, അന്നത്തെ പാരമ്പര്യം അതാണ്. രാജാവ് എന്ന് പറയുന്ന ആള് തിരുനാൾ വന്നു ചേരുമ്പോൾ സകല കവികളായി ശ്ലോകധാരണ നടത്തുന്നത് ഇതും രാജാവുണ്ട്. സാമൂഹ്യ വ്യതിക്രമത്തിൽ വന്ന വ്യതിയാനം കൊണ്ട് അദ്ദേഹം സ്വപ്നായി കഴിഞ്ഞു. ഞാൻ സൂചിപ്പിച്ചത് പഴയ മാറ്റങ്ങൾ ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ കാണാനുള്ള അവസരം എനിക്കും കിട്ടിയിട്ടുണ്ട്. ഈ പദത്തെ എന്റെ അനുഭവത്തിൽ, എന്റെ ജീവിതത്തിൽ മഹത്തായ ഗംഭീരമായ ശബ്ദം മുഴക്കുന്ന ഒന്നായി ഞാൻ എന്നെ ശിക്ഷിക്കാനും എന്നെ ജയിലടയ്ക്കാനും എന്നെ നിന്ദിക്കാനും ഒക്കെ ആയിട്ട് ഒരുങ്ങിയ സാമൂഹ്യ ശക്തികൾ ഇന്ന് എന്നെ ഇത് കാലത്തിന്റെ തികവിൽ മനുഷ്യരുടെ വളർത്തിൽ വളർന്ന നിങ്ങൾ എന്നെ ഒരു സാഹിത്യകാരനായിട്ട് സ്വീകരിക്കുന്നു എന്ന് ഞാൻ അർത്ഥം. സാഹിത്യം പണ്ട് രാജസ്തുതി പറയുന്നത് എവിടെ നോക്കിയാലും ശരി രാജസ്തുതി പറയുന്നത്. രാജസ്തുതി പരങ്ങളായ സാഹിത്യ രചനകൾ വിയർക്കുന്ന കർഷകരെയും നിലവിൽപ്പെടുന്ന തൊഴിലാളികളെയും ക്ഷേമം, ഐശ്വര്യം, സംതൃപ്തി അതിനുവേണ്ടി ചിന്തിക്കുന്നു. ഇന്നത്തെ സാഹിത്യത്തിന്റെ മൗലികമായ ലക്ഷ്യം അധ്വാനിക്കുന്നതിനെ ബഹുമാനിക്കുന്നതിന് വേണ്ടി, അധ്വാനിക്കുന്നതിനെ ബഹുമാനിക്കുന്നതിന് വേണ്ടി നമ്മുടെ സാഹിത്യത്തിന് ഒരു വഴിത്തിരി ഉണ്ടായിരിക്കും. ആ വഴിത്തിരിവ് ആരോഗ്യപൂർണമായി നേടാൻ ഞങ്ങളുടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു
അനുഭവങ്ങളുണ്ടാവാം. പഴയ അനുഭവം എന്ന് പറയുന്നത് അയാളുടെ സാഹിത്യ രചനയുടെ ശക്തിയാണ്. സാഹിത്യ രചന ശക്തിയുള്ളതായാൽ അത് പ്രതിഫലിക്കും, പൊതുജനങ്ങളിൽ പ്രതിഫലിക്കും. എനിക്ക് ആദ്യം കിട്ടിയ അവഹേളനവും മറ്റും ആ പ്രതിഫലനത്തിന്റെ ഒരു വകഭേദമാണ്. ഇന്ന് പ്രതിഫലനം ഈ നടയെ തെളിയിരിക്കുന്ന നിങ്ങളുടെ മുഖത്തു നിന്ന് സന്തോഷത്തോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നല്ല രചനയുണ്ട്, നിങ്ങൾ സന്തോഷിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നല്ലൊരു രചനയിൽ ഞാൻ വിമർശനമാണ്. അത് അധികം താമസിയാതെ എനിക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കും. അതൊക്കെ ഞാൻ കൊണ്ടക്കാര്യം പറയുന്നതല്ല. ഒരു സാഹിത്യകാരനെ നാട്ടുകാർ മനസ്സിലാക്കുന്നത് അയാൾ ഒരു നിർമ്മാതാവാണ് എന്നാണ്. ഈ സൊസൈറ്റിയിൽ പുത്തൻ പ്രവണതകൾ നിർമ്മിക്കുന്ന ഒരാൾ. ആ പുത്തൻ പ്രവണതകൾ അന്നോളമുള്ള ജീർണിച്ച അവശിഷ്ടങ്ങളെ മാറ്റി പുത്തൻ മാനവീയത അത് വിളംബരം ചെയ്യുന്നത്. അങ്ങനെ ഇന്ന് ഈ യോഗം എന്നെ സ്പർശിക്കുന്ന തരത്തിൽ എന്നെ അഭിനന്ദിക്കുന്നതിൽ ഞാൻ നിങ്ങളോട് ഉപയോഗിക്കും എന്ന നന്ദി അറിയിക്കട്ടെ. യോഗത്തിന്റെ അടുത്ത ചടങ്ങ് മുഖ്യ പ്രഭാഷണവും പുതിയ പെൻഡിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനവും ശ്രീ ടി പത്മനാഭൻ. പുതിയ പെൻഡിംഗ് യൂണിറ്റിന്റെ മാതൃകയാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആ മാതൃക അനാച്ഛാദനം ചെയ്തുകൊണ്ടാണ് ശ്രീ പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിക്കുക. സദസ്സിലുമുള്ള എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കൾ, കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ നടന്ന ചടങ്ങ്, ഇപ്പോൾ നടക്കുന്ന ഈ ചടങ്ങ് സമകാലീന കേരളീയ സാംസ്കാരിക ജീവിതത്തിൽ ഉജ്ജ്വലങ്ങളായ 2 അധ്യായങ്ങളാണ്. ഒരുപക്ഷെ കോട്ടയത്തിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം ഹൃദയ സ്ത്രീ കൂടിയ ഒരു സമ്മേളനം നടന്നിട്ടുണ്ടാകുമോ എന്നത് തന്നെ സംശയാസ്പദമാണ്. ഞാൻ കാണുന്ന മറ്റൊരു വലിയ കാര്യം, ഈ സമ്മേളനങ്ങൾ കേരളത്തിന്റെ സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ 3 മഹത് വ്യക്തികളുടെ സാന്നിധ്യമുണ്ടായി എന്നുള്ളതാണ്. മഹാന്മാരായ ഒട്ടേറെ ആളുകൾ ഇന്നലെയും നിന്നും ഇവിടെ വന്നു ഈ ചടങ്ങുകളിൽ പങ്കെടുത്തു. പക്ഷേ 3 പേരുടെ സാന്നിധ്യം പലതുകൊണ്ടും പ്രത്യേകം ചർച്ചയാണ്. ഒന്ന്, തന്റെ ആത്മസാന്നിധ്യം കൊണ്ട് ഈ സമ്മേളനത്തിൽ ഇപ്പോഴും, ഇന്നലെ മാത്രമല്ല ഇപ്പോഴും ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന വർഗമുണ്ട്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇന്ന് നമ്മുടെ ഒപ്പം, പക്ഷേ ഈ നാളിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കുമെന്നുള്ളതിൽ എനിക്ക് സംശയം. പിന്നെ സജീവ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ 2 പേർ തകഴിയും പൊൻകുന്നം വർക്കിയെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ അല്പം വികാരവിരുദ്ധനായി എന്നത്. നമ്മൾ തമ്മിൽ വ്യക്തിപരമായി അത്ര അടുത്ത പരിചയമൊന്നുമില്ല. വ്യക്തിപരമായി എനിക്ക് പലരുമായും അടുത്ത പരിചയമില്ല. പക്ഷേ വായിക്കുവാൻ തുടങ്ങിയ കൊച്ചുനാളിൽ തന്നെ ആരാണ് ഈ മനുഷ്യൻ
ഒരു കഥാകൃത്ത് എന്നതിന് ഉപരിയായി ആരാണ് ഈ മനുഷ്യൻ എന്നതിനെ കുറിച്ച് എനിക്കൊരു ബോധമുണ്ട്. ഞാൻ വളർന്നു വന്നതോടുകൂടി ആ നട്ടലിനെ കുറിച്ച് എനിക്ക് അസൂയമുണ്ടായി. നിങ്ങൾ കാണുന്ന നട്ടല്ല, മനസ്സിന്റെ നട്ടൽ. സുഹൃത്തുക്കൾ, കേരളത്തിൽ എത്ര സാഹിത്യകാരന്മാർ ഇതുപോലെ നട്ടലിന് ഉറപ്പുള്ളവരായി ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? വളരെ ചുരുക്കമായിരിക്കും. അല്ലെങ്കിൽ എന്നെ ഇത്രമാത്രം ആകർഷിക്കുവാനുള്ള ഒരു കാരണം, വിവശനാക്കുവാനുള്ള ഒരു കാരണം, ഇതിന്റെ ഒരു ചെറിയ അംശം എന്റെ ആത്മാവിലും എന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 3-4 ദിവസം മുമ്പേ വള്ളത്തോൾ പുരസ്കാരം എഴുതുന്ന വർക്കിക്ക് കിട്ടിയെന്ന് കേട്ടപ്പോൾ ഏറ്റവും അധികം ആഹ്ലാദിച്ചത് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഇത് നല്ലൊരു അവസരമാണല്ലോ. ഇന്ത്യയുടെ ഈ സാംസ്കാരിക ഉത്സവത്തിൽ പാർട്ടിയെ വിളിച്ച് ആദരിക്കുകയും കൂടി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ തന്നെ അറിയും ഇന്ത്യയുടെ ഒരു ധർമ്മവും കൂടി ഇന്നുണ്ട്. അതിൽ ഏറ്റവും അധികം ആഹ്ലാദിച്ചു. DC-യുടെ 20ാം DC ബുക്കിന്റെ 20ാം പിറന്നാളാണ് ഇന്നലെയും ഇന്നുമായിട്ട് നാം ഇവിടെ ആഘോഷിക്കുന്നത്. ഈ 20 എന്ന കണക്കിനോട് വിയോജിപ്പുള്ളവരുവനാണ് ഞാൻ. സത്യത്തിൽ ഇത് 50-ാമത് 1945 തുടങ്ങിയതാണ്. കഴിഞ്ഞ 20 കൊല്ലമായി DC ബുക്ക് എന്ന പേരിലാണ് എന്ന് മാത്രം. കേരളത്തിലെയും ഇന്ത്യയിലെയും ഇന്ത്യക്ക് വെളിയിലുള്ളതുമായ ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാരുടെയും കവിതയുടെയും പണ്ഡിതന്മാരുടെയും മുക്തഗ്രന്ഥമായ ആശുപത്രികൾ ലഭിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു സാഹിത്യ പ്രവർത്തന സഹകരണ സംഘം എന്ന് നാമൊക്കെ കേട്ടിട്ടുണ്ട്. കാരൂർ നീലകണ്ഠപിള്ള ഇതിന്റെ അമരത്തുണ്ടായിരുന്നു എന്നും അറിയാം. പക്ഷേ താൻ വിടുന്നത് വരെ ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ എഴുത്തുകാരന്റെ ഈ സംഘടനയിൽ യോഗ്യഭാഗ്യങ്ങൾ നിർണയിച്ചത് രീതിയാണ്. അതിന് ഏറ്റവും വലിയ ഒരു സംഘടനയാക്കി മാറ്റിയത് രീതിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് അത് വളരെ മഹത്തായ ഒരു സംഘടനയാണ്, വളരെ വിജയങ്ങൾ കൊണ്ട ഒരു സംഘടനയാണ് എന്നുള്ളതും നമുക്കറിയാം. ഇത് ഈ സംഘടനയിൽ നിന്ന് വിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വേറെയൊന്നും ചെയ്യാൻ അറിയാത്തതുകൊണ്ട്, ഇത് അദ്ദേഹം പറയുന്നതാണ്, ഞാൻ വിശ്വസിക്കുന്നതല്ല, എനിക്ക് വേറെയൊന്നും ചെയ്യാൻ അറിയില്ല, ഞാൻ ജീവിതകാലം ഈ അക്ഷരങ്ങളെ കൊണ്ട് വ്യാപാരം നടത്തിയിട്ടുള്ള ഒരുവനാണ്, അതുകൊണ്ട് കിട്ടിയ ചെറിയ കാശ്, സംഘത്തിൽ നിന്ന് ജയിക്കുമ്പോൾ കിട്ടിയ ചെറിയ കാശ് കൊണ്ട് ഒരു ചെറിയ പുസ്തകശാല നടത്താം എന്ന ഉദ്ദേശത്തോടെയാണ് 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് ആരംഭിച്ചതെന്ന് 2 ദിവസം മുമ്പുള്ള മനോരമയിലും അദ്ദേഹം ആ കാലത്തെ ഓർമ്മിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ലോകമെന്നും ഇന്ന് സത്യത്തിൽ പുസ്തകങ്ങൾക്ക് വിലയിടിഞ്ഞു വരുന്ന ഒരു കാലമാണ്. കാരണം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഇന്ത്യയിലാണെങ്കിൽ പ്രശസ്തമായ പല പ്രസിദ്ധീകരണശാലകളും കൂട്ടിയിട്ടുണ്ട്, അതിപ്രശസ്തമായ പല പുസ്തക വിൽപ്പനശാലകളും കൂട്ടിയിട്ടുണ്ട്. കാരണങ്ങൾ പലതുമാണ്. എങ്കിലും ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് ഈ പ്രസിദ്ധീകരണ വിൽപ്പന കേന്ദ്രങ്ങൾ ഇന്ന് കടന്നുപോകുന്നത്. കേരളത്തിലെ സ്ഥിതി ഞാൻ നിങ്ങളോട് പറയാറില്ല. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗുണകാംക്ഷിയാണ് ഞാൻ. ഒരിക്കലും അതിലെ ഭാരവാഹിയാവാനോ ഒന്നിനും കാംക്ഷിച്ചിട്ടില്ല, ഒന്നിനും മത്സരിച്ചിട്ടില്ല. അത് നിലനിൽക്കണമെന്നും
വിജയപൂർവ്വം നിലനിൽക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഡിഗ്രി ഇട്ടതിന് ശേഷമുള്ള അതിൻ്റെ സ്ഥിതി എന്താണ് എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് പറയപ്പെടുന്ന ആവശ്യം. ഒരു പക്ഷേ എന്നേക്കാളും ദുഃഖിതൻ രീതിയായിരിക്കാം അതിൻ്റെ. ഈ മോശമായ കാലഘട്ടത്തിലൂടെ ലോകത്തിലെ പുസ്തകശാലകൾ പ്രസാധനശാലകൾ പോകുമ്പോൾ പലതും കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോകുവാൻ കഴിഞ്ഞു എന്നത് വളരെയധികം പഠനാത്മകമായ ഒരു സംഗതിയാണ്. വിജയമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതും അത്യന്തം മഹത്തായ വിജയമാണ്. സുഹൃത്തുക്കൾ, കഷ്ടപ്പെടൽ ഒരു ക്ഷീണമായ കൃത്യമായി ഞാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. കഷ്ടപ്പെടൽ സത്യസന്ധമായിട്ട് തനിക്ക് മാത്രമല്ല സമൂഹത്തിനും ഗുണം ലഭിക്കത്തക്കവണ്ണം കഷ്ടപ്പെടലില്ല. അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വലിയ ഒരു ഭാഗ്യമാണ്. എനിക്ക് അത് ചെയ്യുവാൻ കഴിയും. ഞാൻ മുഖ്യപ്രഭാഷകനാണ് എന്ന് വെച്ചിട്ട് ഏറെ സമയം എടുക്കുവാൻ പോകുന്നില്ല. സാമാന്യമായി പ്രത്യേകിച്ചും ഒക്കെയുള്ള സാഹിത്യ സാംസ്കാരിക വിഷയങ്ങളെക്കുറിച്ച് അധ്യക്ഷനും ഈ വാർത്തകളുണ്ടായാലും ഓരോ കുറിച്ചും അങ്ങനെ എനിക്ക് മുമ്പേ സംസാരിച്ച പലരും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇത് ആവർത്തിക്കുന്നതിൽ ആഗ്രഹിച്ചില്ല. എനിക്ക് ഒരു വ്യത്യസ്തമായ കാര്യം ഞാൻ പറഞ്ഞത് ഇത് 20 അല്ല 50. ഇത്രയും പ്രായം ചെന്നിട്ടും 80-ലധികം കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ഇത്രയും ആത്മനിരതമായ ഒരു ജീവിതം ഈ ചെറുപ്പക്കാരൻ നയിക്കുന്നുവെന്ന് നോക്കുമ്പോൾ പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് വെറുതെ ആശുപത്രിയിൽ പോയി ദുബായ കച്ചവടം നടത്തുകയല്ല. മിക്ക ദിവസങ്ങളിലും അദ്ദേഹം കേരളത്തിൽ ഉടമയോ നാളുകളും ബസ്സിലും ജീവനത്തിലുമായി യാത്ര ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഡൽഹി പോലുള്ള പട്ടണങ്ങളിലും ദുരന്തമായ പട്ടണങ്ങളിലും പോകുന്നു. ഇതൊക്കെ സാധിക്കുക എന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ശരീരത്തിനേക്കാളും അപ്പുറം മനസ്സിന്റെ നന്മയാണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. ബി.പി. കിഴക്കേമുറി എന്ന വ്യക്തി ഈ നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്നില്ല, ജനിച്ചിരുന്നില്ല എന്ന് ഒരു നേരം ഓർക്കുക. നമ്മുടെ സാംസ്കാരിക രംഗം എത്രമാത്രം ദരിദ്രമായി അങ്ങനെയായിരുന്നെങ്കിൽ സത്യത്തിൽ നമ്മുടെ സാംസ്കാരിക രംഗം പല വീഴ്ചകളും അതിനുമുണ്ടെങ്കിൽ സത്യത്തിൽ അത് സമ്പന്നവുമാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഒരു പ്രധാന കാരണക്കാരൻ ഇദ്ദേഹമല്ലേ എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യമായി, നിങ്ങളുടെ മനസാക്ഷിക്ക് മുമ്പിൽ ഒരു ചോദ്യമായി കൂടുതൽ ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ സ്ഥാപനം നിലവിലുള്ള രീതി, ഇപ്പോഴും പുതുതായി തുടങ്ങിയിട്ടുള്ള ഈ യൂണിറ്റ്, ഇത് അദ്ദേഹത്തിനും കുടുംബത്തിനും മാത്രമുള്ളതല്ല, എല്ലാ മലയാളികൾക്കും സംസ്കാരത്തെ സ്നേഹിക്കുന്ന, അക്ഷരവിദ്യയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള സംസ്കാരത്തെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും ഉള്ളതാണ്. ദീർഘകാലം അദ്ദേഹം തൻ്റെ പ്രവൃത്തികൾ, ഇതൊക്കെയെല്ലാം തുടർന്നു പോയിട്ടുള്ള പ്രവൃത്തികൾ ഇനി തുടരട്ടെ, തുടരുവാൻ അദ്ദേഹത്തിന് ഇടപെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിലവിലുള്ള നീതിയിൽ പുതുതായി ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ഈ യൂണിറ്റിനും എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ അധികമായിട്ടുള്ള എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിച്ചുകൊണ്ട് എന്നതാണ്. കഴിഞ്ഞ 20 കൊല്ലമായി ന്റെ പ്രവർത്തനപ്പെടുത്തുന്ന ഇന്നിവിടെ നാലാമത്തെ വിഭാഗം നടക്കുകയാണ്. വളരെ കാര്യക്ഷമതയോടുകൂടിയാണ് ഈ ഓരോ രംഗത്തും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന
തികച്ചും ആഹ്ലാദകരമായ രീതിയിൽ അഭിമാനകരമായ രീതിയിൽ നടക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ കണ്ണിൽ നടത്താത്ത ഒരു സ്ഥലമില്ല പ്രധാനമന്ത്രിയോളം നാം പരിപൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണ്. പക്ഷേ ഈ സാക്ഷരത ഒരിക്കലും നേടിയാൽ അത് എക്കാലം നിലനിൽക്കണമെന്നില്ല. സാക്ഷരതയെ നിലനിർത്തുന്നത് വായനയ്ക്ക് ആവശ്യമുള്ള പുസ്തകമാണ്. അങ്ങനെ സൂക്ഷ്മാർത്ഥത്തിൽ കേരളത്തിന്റെ സാക്ഷരത നിർത്താൻ വേണ്ടി ഒറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് സംശയമില്ല. ഇപ്പോൾ അദ്ദേഹം രൂപീകരണത്തോടുകൂടി എല്ലാം ചെറുപ്പത്തിലേ തുടങ്ങണമെന്ന് പറഞ്ഞതുപോലെ കുട്ടികളുടെ മനസ്സിൽ അവർക്ക് ഇഷ്ടമാകുന്ന രീതിയിലുള്ള കൃതികൾ പ്രസാദനം ചെയ്ത് പുതിയ സങ്കല്പങ്ങൾ സൃഷ്ടിക്കുകയാണ്. വാൾട്ട് ഡിസ്നി പ്രസിദ്ധീകരിച്ചതുപോലെ ലോകനാണ് ബാലസാഹിത്യ രചനയിലും കാർട്ടൂൺ രചനയിലും ബാല മനസ്സുകൾക്ക് ഇണങ്ങുന്ന സിനിമകളുടെ നിർമ്മാണത്തിൽ സർവോപരി ഡിസ്നി ചാനലും ഡിസ്നി വേൾഡും ഒക്കെ കൂടി ഇത്രയധികം ബാലമനസ്സുകളെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളെന്ന് തോന്നുന്നില്ല. 1995 വളരെ ചുരുങ്ങിയ ചിത്രങ്ങൾ കൊണ്ട് ലോക പ്രശസ്തനിൽ മാത്രമല്ല രീതിയിലുള്ള അദ്ദേഹം ഈ ബാലമനസ്സുകളെ കണ്ടെത്തുകയായി. അതിനു മുമ്പ് പലപ്പോഴും ഡിക്കൻസിന്റെയൊക്കെ നോവലുകളിൽ ബാല കഥാപാത്രങ്ങളുണ്ടെങ്കിലും അതെല്ലാം മുതിർന്നവരുടെ കാഴ്ചപ്പാടിൽ കൂടി കണ്ടതാണ്. ഇപ്പോഴും പല ബാലസാഹിത്യകാരന്മാരുണ്ട്, വൃദ്ധസാഹിത്യന്മാരാണ്. വൃദ്ധന്മാരുടെ കണ്ണിലൂടെയാണ് കുഞ്ഞുങ്ങളെ കാണുന്നത്, ഇതുപോലൊക്കെ ആയിരിക്കണം എന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ബാലസാഹിത്യ കൃതികൾ കാണുമ്പോൾ കുട്ടികൾ പലപ്പോഴും മുഖം തിരിച്ചു കളയുന്നത്. അവരെ സാഹിത്യത്തിലേക്ക് ആകർഷിക്കാനുള്ള പ്രധാന കാരണം തെറ്റായ രീതിയിലുള്ള ബാലസാഹിത്യ കൃതികളാണ്. വാൾട്ട് ഡിസ്നി ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പാഠ്യകൃതികളായാലും സിനിമകളായാലും കാർട്ടൂണുകളായാലും ഡൊണാൾഡ് ഡക്കർ, മിക്കി മൗസ്, അനേകം കൃതികളിൽ ഡിസ്നി ചാനലിലും എല്ലാം ബാലമനസ്സുകളെ അധികം കണ്ടറിഞ്ഞ ഒരാളില്ല എന്ന നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ്. ഫാന്റസി അവർക്ക് കൃത്യമാകുന്ന രീതിയിലുള്ള സങ്കല്പങ്ങൾ. ഈ ബാലസാഹിത്യത്തിലുള്ള പ്രത്യേകത ഒരു കാലത്ത് ബാലന്മാരായിരുന്ന ഇപ്പോഴത്തെ യുവാക്കളും വൃദ്ധന്മാരും കൂടി അതിൽ അഭിനയിക്കുമെന്നുള്ളതാണ്. മറിച്ച് യൗവനത്തിന്റെയോ വാർദ്ധക്യത്തിൻ്റെതായ കൃതികൾ ബാലമനസ്സുകളെ ആകർഷിക്കുകയും, കാരണം ബാലന്മാർ ഒരിക്കലും വൃദ്ധന്മാരായി കഴിഞ്ഞില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് രൂപീകരിക്കുന്നതെങ്കിലും ഇതിൽ അംഗങ്ങളായി ചേരുന്നത് കുട്ടികളാണെങ്കിലും ഒരുപക്ഷെ ഈ പുസ്തകങ്ങൾ കാട്ടെടുത്ത് വായിക്കുന്നത് മാതാപിതാക്കളും അമ്മമാരും മുസ്ലിന്മാരുമായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം അത്രയധികം സാർവത്രികമായ മാനസിക ഭാവങ്ങളെ ആവിഷ്കരിക്കാനാണ് ആവർത്തിക്കുന്ന ആദ്യ രൂപങ്ങളുടെ ഘടനയെ അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കൃതികളൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പുതിയ പ്രസ്ഥാനം ഈ ക്ലബ് ഉദ്ഘാടനം ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിലെ ആദ്യത്തെ അംഗത്വം സ്വീകരിക്കുന്ന കുമാരി സിനിസി മേനോനെ ഞാൻ മാത്രമായി അനുമോദിക്കുന്നു. കുട്ടികൾക്ക് ആകർഷകമായ രീതിയിലുള്ള ഒരു മെമ്പർഷിപ്പ് അത് വളരെ ആകർഷകമായ ഈ അംഗത്വ കാർഡ് തന്നെ അതിനോട് ചേർന്ന ഈ സമ്മാനം തന്നെ കുട്ടികളുടെ മനസ്സിനെ ആകർഷിക്കും. ഇവിടെ കുട്ടികളല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കുട്ടിക്കാരുടെ ഇതിൽ അംഗത്വം നേടാൻ വയസ്സിൽ വിളിച്ച് പരിധി വെക്കരുതേ എന്നാണ്. PhD വയസ്സിനും IAS-നൊക്കെ വയസ്സ് കൂട്ടിക്കൊണ്ട് പോകുന്നത് പോലെ ഡിസ്നി ബുക്ക് ക്ലബിൽ ചേരാനുള്ള യോഗ്യത നേടാനുള്ള വയസ്സിന് പരിധി കൂട്ടണം
എന്ന് അപേക്ഷിക്കാൻ ഇടയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പോടുകൂടി ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഈ ആദ്യത്തെ അംഗത്തെ സ്വാഗതം ചെയ്യുകയാണ്. കുമാരി ദിനേശ് മേനോൻ, ചിച്ചിര, പള്ളംപീയോ, കോട്ടയം, വയസ്സ് 10. സിഡ്നിയുടെ ബ്യൂട്ടി ആൻഡ് ബീച്ച് എന്ന മനോഹരമായ ചിത്രങ്ങളെ കൊടുക്കുകയാണ്. ഭരന്മാരല്ലാത്തവരും കാണാവുന്ന ഈ ജീവിതത്തിൽ കാണിക്കുകയാണ്. വളരെയധികം ആകർഷണമായ ചിത്രങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ആരാധനകൾ പ്രവർത്തിക്കുന്നതെന്ന് ഒരു അത്ഭുതമായി തന്നെ പലരും ശ്രദ്ധിച്ചു വരും. ഈ ബാഡ്ജ്, മനോഹരമായ ബാഡ്ജ് ചെയ്തു. നമസ്കാരം. മഹാപുരുഷന്മാരുടെ ഒരു സംഘത്തോടൊപ്പം അവരോടൊന്നിച്ച് അഭിനയിക്കാൻ അവസരം ലഭിച്ചതാണ് നമ്മളെ ഇവിടെ സന്നിഹിതരായ വ്യക്തികളുള്ള നമ്മുടെ സാഹിത്യ നായകന്മാരെ കുറിച്ച് ധാരാളം സംസാരിക്കാറുണ്ട് എന്നെനിക്കറിയാം. ഞാനിപ്പോൾ പറയുന്നത് തീർച്ചയായും 10-30 കാലം സാഹിത്യപ്രവർത്തക കാലഘട്ടത്തിന്റെ വികസനങ്ങളിലും അതിനുശേഷവും പലപ്പോഴും വ്യക്തിത്വത്തിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടായ ആളുകളിൽ ഡിജിയുടെ ഗുണങ്ങളെക്കുറിച്ചും സ്വഭാവങ്ങളെക്കുറിച്ചുമൊക്കെ അത്തരം പലരെക്കാളും അടുത്തറിയാൻ അവസരം കിട്ടിയ ഒരാളായതുകൊണ്ട് അദ്ദേഹം സംസാരിക്കുവാനാണ്. ഞാൻ അവരൊന്നും വരുന്നില്ല. ഇവിടെ ശ്രീ സൂചിപ്പിച്ചതുപോലെ പ്രസ്താവിച്ചതുപോലെ മറ്റു പലരും ആവർത്തിച്ചതുപോലെ മലയാള പുസ്തക പ്രസിദ്ധീകരണങ്ങളുടെ സമാധാനമായ പ്രതിഭാസമായി പുസ്തക പ്രസാധനത്തെ ഒരു കലയായി ലോകനിലവാരത്തോട് ഉയർത്തിയ ഒരു അസാധാരണനായ മനുഷ്യനാണ്. അതുപോലെ പുസ്തക വിപണന രംഗത്ത്, പ്രസിദ്ധീകരണ രംഗത്ത് എല്ലാം തന്നെ സ്വന്തമായ ഒരു ശൈലിയും സ്വന്തമായ ഒരു മാതൃകയും സൃഷ്ടിച്ചുകൊണ്ട് ആ രംഗത്ത് അത്യാവശ്യമായൊരു മാതൃക കാണിച്ചതാണ് എന്ന നിലയിൽ ലോകത്തെ ബുക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച്, പബ്ലിഷിങ്ങിനെ കുറിച്ച്, അതുപോലെ പുസ്തക പ്രകാശനത്തിലേക്ക് ഒക്കെയുള്ള ശാസ്ത്രീയതകളിൽ അദ്ദേഹത്തിൻ്റെതായ അനുഭവവും ഒരു അധ്യാപകമായി എത്തിച്ചേർക്കാൻ അർഹമാണ് എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും അനുഭവം വെച്ചുകൊണ്ട് ഈ ലോകശാസ്ത്രത്തിന് അദ്ദേഹത്തിൻ്റെതായ സംഭാവനയുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ്. കൂട്ടത്തിൽ ഞാൻ പുസ്തക പ്രസിദ്ധീകരണവും പ്രസാധനവും ഇന്ന് എത്രമാത്രം വിശ്വസനീയമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ പ്രസിദ്ധീകരണമായ ലേഖനത്തിൽ ഒരു പുസ്തകം വായിക്കാത്ത ആളുകൾ എഴുത്തുകാരാണ്. ഒരു എഴുത്തുകാരൻ മറ്റു എഴുത്തുകാരുടെ പുസ്തകം വായിക്കില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ഇന്ത്യൻ
മുപ്പതിനെ കുറിച്ചുള്ള വ്യത്യാസങ്ങൾ ഇതിന്റെ ദ്രവ്യമുള്ള അതിന്റെ ആമുഖത്തിൽ ഉറപ്രസംഗത്തിൽ പറഞ്ഞതിലാണ് എഴുത്തുകാർ തന്നെ ഈ ലേഖനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സാഹിത്യകാരന്മാരുടെ മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരുവിധം നല്ല എഴുത്തുകാരെല്ലാ പുസ്തകങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്. അത്രയധികം വായനക്കാരെ പറഞ്ഞിട്ടുള്ളത് ഉത്തമ വായനക്കാരേക്കാൾ എണ്ണത്തിൽ കൂടുതലാണ് എന്ന് എഴുത്തുകാർ അത്തരമൊരു കാലഘട്ടത്തിൽ പുസ്തക പ്രധാനത എഴുതുന്നതിനുള്ള പ്രതിസന്ധികളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ 20 വർഷങ്ങളുടെ ഈ പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിട്ട് പുസ്തക വിവരണ രംഗത്ത് അസാധാരണമായ വിഷയങ്ങളിലേക്ക് ഗ്രന്ഥകാരന്മാരുടെയും എഴുത്തുകാരന്മാരുടെയും ഒരു ശക്തിത്വമായി ഒരു ആശയഭാഗമായി കേരളത്തിലെ ഒരു ഏകാന്ത പ്രധാനമായി അദ്ദേഹം ഉയർന്നു വന്നതാണെങ്കിൽ 35 വർഷത്തോളം അദ്ദേഹത്തോടും ഒപ്പവും ചിലപ്പോൾ അദ്ദേഹത്തോടും ബുദ്ധിയും അനുസരിച്ചു ഒക്കെ നിന്നിട്ടുള്ള എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ചൈത്രയാത്രയ്ക്ക് എന്റെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനങ്ങളുടെയും ആത്മാർത്ഥമായ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അതിന്റെ വാർത്തകളുണ്ടായ ഗുരുതുല്യരായ ബഹുമാനപ്പെട്ട സാഹിത്യകാരന്മാർ മത്സരിക്കുന്ന എഴുത്തുക്കളെ എഴുതുന്നത് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ആകസ്മികമായി ഒരു അവസരം തന്നതിന് വിദ്യാഭ്യാസങ്ങളോട് വളരെയേറെ നന്ദിയുണ്ട്. കാരണം എൻ്റെ കൗമാരകാലം അല്ലെങ്കിൽ ബാല്യകാലത്ത് ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് കാണണമെന്നും പരിചയപ്പെടണമെന്നും ആഗ്രഹിച്ചിരുന്ന മലയാള സാഹിത്യത്തെ മഹാപ്രസ്ഥാനങ്ങൾക്ക് തുറക്കാൻ കൊടുത്ത വ്യക്തികളെല്ലാം ഇവിടെ കാണാൻ കഴിഞ്ഞു എന്നത് വലിയ ചാരിതാർത്ഥ്യമാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും ധന്യമായ ദിവസമായി ഞാൻ ഇതിനെ കരുതുന്നു. മലയാള സാഹിത്യത്തിലെ പ്രസ്ഥാനങ്ങൾ ഓരോരുത്തരും അവരവരുടേതായ സംഭാവനകൾ നൽകിയിരുന്നു. ഞാൻ 27 കൊല്ലം ആദ്യമായിട്ടാണ് ഞാൻ കോട്ടയം നഗരത്തിലുള്ളത്. അന്ന് പരിചയപ്പെട്ട കോട്ടയം നഗരത്തിൽ ആദ്യം പരിചയപ്പെട്ട വ്യക്തി ശ്രീ PC കിഴക്കേമറിയായിരുന്നു. അതുകൊണ്ടുകൂടി അദ്ദേഹം DC ബുക്ക് 20ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നത് എനിക്ക് സാഹിത്യകാരന്മാരെ ഒരുമിച്ച് കാണാൻ പറ്റി എന്നതിലേറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നേരത്തെ ഇവിടെ ഇലക്ട്രോണിക് യുഗത്തിൽ വരെ പുസ്തകങ്ങൾക്ക് വരാൻ പോകുന്ന സ്ഥിതിയെപ്പറ്റി എനിക്ക് വളരെ ശ്രദ്ധിക്കുകയുണ്ടായി. ഇലക്ട്രോണിക് യുഗത്തിൽ മൾട്ടിമീഡിയ എന്ന ഒരു പുതിയ സാധനം അടുത്ത ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ ഇവിടെ സാർവത്രികമാകും എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത 1-2 കൊല്ലങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ വളരെയേറെ ടെലിവിഷൻ ചാനലുകളുണ്ടാകും. ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള വിദേശങ്ങളിൽ നിന്നുള്ളവർ, ബഹുരാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർ, അവയെല്ലാം കൂടി നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ എത്രമാത്രം ബാധിക്കും എന്നതിനെക്കുറിച്ച് നാം കാലമായി ഇപ്പോഴേ ആലോചിക്കേണ്ട കാലമായിരിക്കും. കാരണം പുറത്തു നിന്നുള്ള ചാനലുകളിൽ നിന്ന് വരുന്ന ടെലിവിഷൻ പരിപാടികൾ നമ്മുടെ സംസ്കാരത്തെ ഇപ്പോൾ തന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ തനിമ ഒരുപക്ഷെ നഷ്ടപ്പെടാവുന്ന ഒരു കാലഘട്ടം വന്നിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ കാര്യം തന്നെ എടുത്താൽ നമുക്ക് സ്വന്തമായ സംഗീതമുണ്ട്. കേരളത്തിനും ആചാര്യന്മാരുണ്ടായി. പക്ഷേ ഇപ്പോഴും എൻ്റെ കുട്ടികളടക്കമുള്ളവർക്ക് തോന്നുന്നത് ഈ MTV വരുന്ന മ്യൂസിക്, അപ്പാച്ചേന്റെ മ്യൂസിക്, അതല്ലെങ്കിൽ അതുപോലുള്ള ആളുകളുടെ സംഗീതമാണ് ഏറ്റവും മികച്ചത്. നമ്മുടെ ഇന്ത്യൻ സംഗീതം, ക്ലാസിക്കൽ സംഗീതത്തിൽ നമ്മുടെ ആളുകൾക്ക് താല്പര്യമില്ലാതായിരുന്നു. അതുപോലെ ക്ലാസിക് സാഹിത്യത്തിൽ ജിഗ്നിയുടെ
കാർട്ടൂണുകൾ പരമ്പരകൾ ഇവിടെ പ്രസാദനം ചെയ്തു, നല്ല കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ തന്നെ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും എല്ലാ കഥാപാത്രങ്ങളെ ടെലിവിഷനും അതുപോലുള്ള മാധ്യമങ്ങളും ഈ കാർട്ടൂണുകളൊക്കെ കൂടി വികൃതമാക്കി കളഞ്ഞു നമ്മുടെ സങ്കല്പത്തെ ആകെ മാറ്റിമറിച്ചു എന്ന ദുഃഖകരമായ സത്യം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെപ്പോലെ അതുപോലെ മറ്റു പലർക്കും ഇതേ വികാരം ഉള്ളിലുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ പുസ്തക പ്രസാധന രംഗത്ത് മലയാളത്തിലെ ഏകദേശം 10,000 പുസ്തകങ്ങൾക്ക് വരാൻ ഇറങ്ങുന്നുണ്ട് എന്നതാണ് കണക്ക്. ഭാരതീയ ഭാഷാ സാഹിത്യങ്ങളും അല്ലെങ്കിൽ ഏഷ്യയിലെ മറ്റ് സാഹിത്യ രൂപങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മലയാള സാഹിത്യ രംഗം വളരെ സജീവമാണ്. മാത്രവുമല്ല, ഒരുപക്ഷെ ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റവും മികച്ച സാഹിത്യ സംഭാവനകൾ ഉണ്ടാകുന്നത് മലയാളത്തിലാണ്. പക്ഷേ കേരളത്തിന് പുറത്ത് നമ്മൾ അറിയപ്പെടുന്നില്ല എന്നതൊരു ദുഃഖകരമായ വസ്തുതയാണ്. 4% ഇന്ത്യക്കാർ മാത്രമുള്ള 4% കേരളീയർ മാത്രമുള്ള കാലഘട്ടത്തിൽ കേരളീയരുടെ ബന്ധം കേരളത്തിന് പുറത്ത് അധികം വലുതാറില്ല. മറ്റ് ഭാഷാ സാഹിത്യങ്ങളിൽ നിന്നുള്ളവർക്ക് വലിയ ബഹുമതികൾ അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ ഒരുപക്ഷെ അവയേക്കാൾ ഏറെ പ്രാധാന്യമുള്ള മലയാളത്തിലെ എഴുത്തുകാർക്ക് വലിയ അംഗീകാരമൊന്നും ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ കിട്ടുന്നില്ല എന്നത് സത്യമാണ്. ഒരുപക്ഷെ വേദിയിലിരിക്കുന്ന ശ്രീമതി കലാപ വിളിച്ചാൽ പാർട്ടിയുടെ നിന്നും കേരളത്തിന് പുറത്തുള്ളവർക്ക് അറിയുകയില്ല എന്നതാണ് സത്യം. എന്നാൽ ആ ഇംഗ്ലീഷിൽ എഴുതുകൊണ്ട് അവരെ പറ്റി പുറത്തറിയാം. അവർ നോബൽ സമ്മാനത്തിന് വരെ ശുപാർശ ചെയ്യപ്പെട്ട സാഹിത്യകാരിയാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അതുപോലെ തന്നെ അത്രത്തോളം മികവും മേന്മയുമുള്ള സാഹിത്യകാരന്മാർ നമുക്കുണ്ട്. ഇവിടെ പറയുകയുണ്ടായി ഡിസിയുടെ 4ാം ജന്മമാണെന്ന്. ഡിസി കർമ്മനിരതനായി നമ്മുടെ ഇടയിൽ ഇനിയും ഒട്ടേറെ ദശാബ്ദങ്ങൾ ഉണ്ടാവും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് 5ാമത് കൂടി ഉണ്ടാവട്ടെ. അന്തർദേശീയ രംഗത്ത് രാഷ്ട്രാന്തരീയ രംഗത്ത് മലയാള സാഹിത്യത്തിന്റെ പ്രാഗൽഭ്യം ഉയർത്തിപ്പിടിക്കാനായി അദ്ദേഹത്തിന് ആ രംഗത്ത് കൂടി അദ്ദേഹത്തിന്റെ പ്രസാധന വൈകല്യവും വിപണന മേഖലയിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടി ഈ അവസരത്തിൽ ആലോചിക്കാനുള്ള ഒരു വേദിയായി ഈ ഒരു അഭിപ്രായം ഞാനിവിടെ പ്രകടിപ്പിച്ചുകൊണ്ടത് അദ്ദേഹം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും എന്ന എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ഈ രീതിയിൽ തന്നെ സകല ഭാവവും പുതുതായി രൂപീകരിച്ചിട്ടുള്ള VCV ട്രസ്റ്റിന്റെ ആദ്യത്തെ സാംസ്കാരിക പ്രവർത്തന നിലയിൽ ഒരു ഇന്ത്യൻ സ്മാരകത്തിനുള്ള കാണിക്ക സമർപ്പണം VCV ട്രസ്റ്റിന്റെ സെക്രട്ടറി ശ്രീ രവി VC, ഇന്ത്യൻ സ്മാരകത്തിന്റെ അധ്യക്ഷൻ ശ്രീ MD വാസുദേവൻ നായർ നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. നിങ്ങളുടെ നടക്കുന്നത് നിങ്ങളോട് നിർവഹണമാകുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർമ്മം വളരെ ചെറിയവായിട്ട് ഞാൻ ആദ്യം നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ കഴിച്ചുകൂടിയ പുസ്തകപ്രേമികളായ പുസ്തകത്തെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് തന്നെയാണ്. കാരണം നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ടാണ് ദേശീയ ബുക്ക് 20ാം വാർഷികം ആഘോഷിക്കുന്നത്. നാളെയും ദേശീയ ബുക്ക് 21, 22, 23 ഒക്കെ ആഘോഷിക്കണമെങ്കിൽ നിങ്ങൾ പിന്നിലുണ്ടാവണം. വായനക്കാരായ നിങ്ങളുടെ ഈ ശക്തമായ പിന്തുണ അതൊന്നു മാത്രമാണ് ദേശീയ ബുക്കിൻ്റെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ എഴുത്തുകാരുടെയും പ്രചോദനം. അതുകൊണ്ട് നിങ്ങൾക്ക് നന്ദി, നിങ്ങൾക്ക് നന്ദി, നിങ്ങൾക്ക് നന്ദി. 3 തവണ നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ യോഗസാധാരണമായ കർമ്മയെ പറയുന്നു. ഓരോരുത്തരെയും കേട്ടെടുത്ത് പറയുന്നില്ല. എങ്കിലും ഇന്ന് എല്ലാ ശാരീരിക അസ്വാസ്ഥ്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് നമ്മളൊക്കെ ആനന്ദഭരിതരാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ തലവിച്ചേട്ടനേക്കാൾ ഒരു പണിയെങ്കിലും ക്ഷീണിതരായിട്ടും അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയ പൊതുകുന്നം വർദ്ധിക്കാറുണ്ട്. അവർ രണ്ടുപേർക്കും ആദ്യമായി
ഞാൻ DC ബുക്സിന്റെ പേരിലും എന്റെ സ്വന്തം നിലയ്ക്കും നിങ്ങളുടെ ഒറ്റ പേരിലും പ്രവർത്തനപ്പെടുത്തുന്നു. തങ്ങളുടേതായ നിരവധി തിരക്കുകളുണ്ടായിട്ടും അതൊക്കെ മാറ്റിവെച്ച് വളരെ ദൂരം യാത്ര ചെയ്ത് കോഴിക്കോട്ട് നിന്ന് ഇവിടെ എത്തി ഇന്നലെ എത്തിയവരുണ്ട്, ഇന്ന് എത്തിയവരുണ്ട്. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന നമ്മളുടെ പ്രിയങ്കരനായ കഥാകൃത്ത് ശ്രീ NG വാസുദേവനായും ശ്രീ P പത്മനാഭനും അവർ രണ്ടുപേരും ഇവിടെ എത്തിച്ചേർന്നു. അവരുടെ കർമ്മങ്ങൾ നിർവഹിച്ചു. അവർക്ക് വേണ്ടി അവരോട് ഈ സ്ഥാപനത്തിന്റെ പേരിലും എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷനായി ഇവിടെ എത്തിയ ശ്രീ KM മഞ്ജു, നമ്മുടെയൊക്കെ മാതൃഭൂമിക്കാരെ, അദ്ദേഹത്തിനും നിരവധി അസ്വസ്ഥതകളും അസൗകര്യങ്ങളും ഉണ്ടായിട്ടും ഈ സമയം അത്രയും നമ്മളോടൊപ്പം ചെലവഴിച്ചു. അദ്ദേഹത്തിന് ഞാൻ ഹൃദയപൂർവ്വമായ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട് ഇവിടെ നേരത്തെ കവി സമ്മേളനത്തിൽ പങ്കെടുക്കുകയും പിന്നീട് ഇത്രയും സമയം ഈ ചടങ്ങിൽ തുടർന്ന് പങ്കെടുക്കുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരായ കവികൾ ശ്രീ ONV ഗ്രൂപ്പ്, ശ്രീ അയ്യപ്പ പണിക്കർ എന്നിവരെ അവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമ്മളുടെ ഏറ്റവും പ്രിയങ്കരയായ എഴുത്തുകാരി മാധവിക്കുട്ടി, ഞങ്ങളൊക്കെ ജയിക്കുന്ന വിളിക്കുന്ന, ഞങ്ങളുടെ സ്വന്തം ദേശീയ പോലെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്കൊക്കെ അങ്ങേയറ്റത്തെ വാർത്തയിൽ പറഞ്ഞു വരുന്ന നമ്മുടെ പ്രിയങ്കരിയായ കവയിത്രി കമലാദാസ്, മലയാളത്തിൽ കഥകൾ എഴുതുമ്പോൾ മാധവിക്കുട്ടിയായി മാറുന്ന നമ്മുടെ പ്രിയങ്കരിയായ കഥാകൃത്ത് മാധവിക്കുട്ടി. ശരിക്കും നിരവധി അർത്ഥങ്ങളുണ്ട്. ഇന്നലെ വിളിച്ചപ്പോഴും പറയാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. എങ്കിലും ഇന്ന് എല്ലാ അർത്ഥങ്ങളെയും മാറ്റിവെച്ച് ഇവിടെ വന്നു വളരെ രസകരമായി നമ്മളോട് സംസാരിച്ച മാധവിക്കുട്ടിക്ക് ഞാൻ DC ബുക്സിന്റെ പേരിലും നിങ്ങളെല്ലാവരുടെയും പേരിലും എന്റെ സ്വന്തം നിലയിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇനി ഈ സമ്മേളനത്തിൽ വന്ന DC ബുക്സിന്റെ 20ാം വാർഷികത്തിൽ ആശംസാ സമ്മേളനം നടത്തിയ ശ്രീ CP ശ്രീധരൻ, SPCSന്റെ പ്രസിഡന്റ് ശ്രീ CP ശ്രീധരൻ, പിന്നെ ദൂരദർശന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ K ഉണ്ണികൃഷ്ണൻ എന്നിവർക്കും ഞാൻ അവരുടെ ഈ ചർച്ചകൾക്കിടയിൽ ഇവിടെ വന്ന് നമ്മളോടൊപ്പം ചിലവഴിക്കുകയും നല്ല വാക്കുകൾ സംസാരിക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ സമയവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി.